അഡ്വക്കേറ്റ് ടി ജി വിശ്വനാഥൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അനുസ്മരണ യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. SNVRC ബാങ്കിന്റെ പ്രസിഡന്റും KPCC മെമ്പറുമായ നെടുങ്ങോലൻ രഘു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരവൂർ മുൻ മുനിസിപ്പൽ കൗൺസിലറും മുൻ പാർലമെന്ററി പാർട്ടി ലീഡറും ഫൗണ്ടേഷന്റെ ഭാരവാഹി കൂടിയായ സുധീർ RS സ്വാഗതം ആശംസിച്ചു. PN പണിക്കർ ഫൗണ്ടേഷന്റെ സെക്രട്ടറി കൂടിയായ N ജയചന്ദ്രൻ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ബിജു വിശ്വരാജൻ, RT ലാൽ, ബിനു, മോഹനൻ, ബഷീർ, അഭിലാഷ്, അജിത്, SNVRC ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ചെയർമാൻ റൂവൽ സിംഗ് M-ന് അഡ്വക്കേറ്റ് TG വിശ്വനാഥൻ ഫൗണ്ടേഷന്റെ സ്നേഹാദരവ് നൽകി ആദരിക്കുകയും മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിയമസഭയിലെ അരനൂറ്റാണ്ട് എന്ന ഇതിഹാസം എന്ന നാമത്തിലുള്ള പുസ്തകം സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ചെയർമാൻ റൂവൽ സിംഗ് M-ന് കൈമാറുകയും ചെയ്തു. N ജയചന്ദ്രൻ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടും ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഒരു നിഴലായി കേരളത്തിൽ യാത്ര ചെയ്ത, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ എല്ലാ വില്ലേജുകളിലും ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം കടന്നു വന്നിട്ടുള്ള, അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഷാനവാസ് വക്കീലിനെ ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത്. 100% അതിന് അദ്ദേഹം അനുയോജ്യനാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളത് ആലോചന എടുത്തപ്പോഴാണ് ഷാനവാസ് വക്കീലിനെ ക്ഷണിക്കാൻ കാരണം. അദ്ദേഹം ഇന്ന് കൊല്ലത്ത് നിരവധി പരിപാടികൾ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ കൊല്ലം DCC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് പരിപാടികളുണ്ടാകും. ഇല്ലെങ്കിൽ ഞങ്ങൾ 11 മണിക്ക് തന്നെ ഈ പരിപാടി ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യം ക്രമപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ആരംഭിച്ചത്. അനുസ്മരണ യോഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഉദ്ഘാടനം ചെയ്യാനും പുഷ്പാർച്ചന ചടങ്ങ് നിർവഹിക്കാനുമായി ആദരണീയനായ നേതാവ് ശ്രീ ഷാനവാസ് വക്കീലിനെ ക്ഷണിച്ചോളൂ. ശ്രീ റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന വളരെയേറെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഈ സമുദ്രതീര മതേതര വയോജന കേന്ദ്രം ഇവിടിരിക്കുന്ന മറ്റ് ബഹുമാന്യ വ്യക്തികളോടൊപ്പം സന്ദർശിക്കുവാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പങ്കാളിയാകാനുമൊക്കെ അവസരം ലഭിച്ചതിൽ ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. റൂവൽ സിംഗിൻ്റെ മാതൃകയിൽ കേരളത്തിലെ എന്നുള്ളതല്ല, ലോകത്തെ മുഴുവൻ മാനവരാശിയോടും സ്നേഹമസൃണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ 3ാം ചരമവാർഷിക ദിന ആചരണത്തോട് അനുബന്ധിച്ചാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും ഇവിടെ ശ്രീ നെടുങ്ങോലൻ രഘുവും ശ്രീ ജയചന്ദ്രനും അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പറഞ്ഞതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ആവർത്തിച്ച് ഉച്ചഭക്ഷണത്തിനുള്ള നിങ്ങളുടെ സമയം അപഹരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുവാനും പരിചയപ്പെടുവാനും കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത്
അന്ന് അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിൻ്റെയും വളരെ കൊച്ചു പ്രായത്തിൽ നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനും സഹകരിക്കുവാനും അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഒരു സഹയാത്രികനായി സഹപ്രവർത്തകനായി പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ സമയം വിനിയോഗിച്ചാൽ അതിന് അല്പസ്വല്പം സമയമൊന്നും മതിയാകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിലും അദ്ദേഹം KSU പ്രസിഡൻ്റായിരിക്കുമ്പോഴും ബാലജന സഖ്യം പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി വിദ്യാർത്ഥി സമരങ്ങൾക്ക് നടുനായകത്വം വഹിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടിയും അന്നത്തെ ഭരണാധികാരികൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്നതും അടിച്ചു കൊല്ലുന്നതും അടക്കമുള്ള ഇതിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അന്ന് രൂക്ഷമായി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണം എന്ന് അന്നത്തെ ഭക്ഷ്യ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MN ഗോവിന്ദൻ നായരുടെ അഭ്യർത്ഥന മാനിച്ചും ഈ സംസ്ഥാനത്ത് ഓണത്തിന് ഒരു പറ നെല്ല് എന്നുള്ള പ്രത്യുൽപാദനപരമായ ഒരു വികസന പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ സമര പോരാട്ടങ്ങൾക്കൊപ്പം ഇവിടുത്തെ കാർഷിക വിള വർധനവ് ഉണ്ടാക്കുന്നതിനും അതോടുകൂടി ഒരു പരിധിവരെയെങ്കിലും ആ ഓണത്തിന് നമ്മുടെ ആളുകൾ പട്ടിണി കിടക്കാതിരിക്കാനുള്ള അവസരം സൃഷ്ടിക്കുവാനും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിൽ പ്രത്യുൽപാദനപരമായ കാർഷിക രംഗത്തെ സജീവ സാന്നിധ്യമുണ്ടാകുന്നതിന് ഒരു മാനസികാവസ്ഥ അവരുണ്ടാക്കിയെടുക്കുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. തുടർന്ന് 1969 മുതൽ അദ്ദേഹത്തിന് ഒരു MLA ആകാനുള്ള അവസരം ലഭിച്ചപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ MLA ക്വാർട്ടേഴ്സിലെ 38 നമ്പർ മുറി അവിടെ അദ്ദേഹം താമസിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ചെല്ലുന്ന ആളുകളോടൊപ്പം മന്ത്രിമാരെയും ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെയും കാണാൻ ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹത്തിന് അടയ്ക്കാത്ത 38 നമ്പർ മുറിയിലേക്ക് വന്നു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിൽ നിറച്ച് കിടക്കുന്ന ആളുകൾ, അവിടെ ഉറങ്ങുന്ന ആളുകൾ, പേപ്പറും തുണികളും വിരിച്ച് തറയിൽ കിടക്കുന്ന ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് വൈകിയെത്തുന്ന അദ്ദേഹം അവരെ ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ആരെയും ശല്യപ്പെടുത്താതെ എവിടെന്നെങ്കിലും ഒരു തോർത്തോ മറ്റെന്തെങ്കിലും എടുത്ത് തറയിൽ വിരിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു MLA ആയിരുന്നു ആ കൊച്ചു പ്രായത്തിൽ പോലും. 1969, 70, 71, 72 കാലഘട്ടങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് അദ്ദേഹത്തെ ആ കാലഘട്ടങ്ങളിൽ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. എല്ലാവരും ആരെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു കീറിയ ഉടുപ്പിട്ടുകൊണ്ട് നടന്നാലും ഇഷിഞ്ഞ ഉടുപ്പിട്ടുകൊണ്ട് നടന്നാൽ അന്ന് ആളുകളൊക്കെ കളിയാക്കി പറയുമായിരുന്നു, എന്താണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണോ, ഉമ്മൻചാണ്ടി അനുകരിക്കുകയാണോ എന്ന്. കാരണം ഉമ്മൻചാണ്ടി പലപ്പോഴും അദ്ദേഹത്തിന് പാകമാകാത്ത ഡ്രസ്സുകളും കീറി തുന്നിത്തച്ച വസ്ത്രങ്ങളുമൊക്കെയാണ് ഈ MLA ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴുമൊക്കെ ഉപയോഗിച്ച് കാണാറുള്ളത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഈ താമസിക്കുന്ന ആളുകൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ കാര്യത്തിനെത്തുന്ന ആളുകൾക്ക് അന്ന് ഹോട്ടലിൽ
ഒരു മുറിയെടുത്ത് താമസിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവരൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുറിയിൽ അഭയം പ്രാപിക്കുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉടുതുണിക്ക് മറുപടിയില്ലാതെ വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾ, പ്രവർത്തകർ അന്ന് കുളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അലക്കി വച്ചിരിക്കുന്ന തുണി എടുത്ത് ഇട്ടുകൊണ്ടാണ് അവർ പിന്നെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഇടാൻ തുണി കാണത്തില്ല. പലപ്പോഴും അലക്കിക്കൊണ്ട് വച്ചേക്കുന്നതാണെങ്കിലും കീറിയ തുണികളൊക്കെ ആയിരിക്കും, ഇദ്ദേഹത്തിന് പാകമാകാത്ത കീറിയ തുണികളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയ ഒരാളായതുകൊണ്ടാണ് പലപ്പോഴും തനിക്ക് പാകമല്ലാത്ത ഷർട്ടുകളും അതുപോലെ തന്നെ പാകമല്ലാത്ത അല്ലെങ്കിൽ കീറിയതായ മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ പലപ്പോഴും ധരിക്കുവാൻ അദ്ദേഹത്തിന് ഉന്നത പദവികളിലിരിക്കുമ്പോഴും ഇടയായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം മന്ത്രിയായപ്പോഴും പല വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ആദ്യം തൊഴിൽ വകുപ്പ് മന്ത്രി, അതിനുശേഷം ധനകാര്യമന്ത്രി, പിന്നെ ആഭ്യന്തരമന്ത്രി, പിന്നെ മുഖ്യമന്ത്രി തുടങ്ങിയ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരിക്കലും അടച്ചിട്ടില്ല, പൂട്ടിയിട്ടില്ല. ഒരു പോലീസിൻ്റെ എസ്കോർട്ടും അതുപോലെ തന്നെ പോലീസിൻ്റെ പൈലറ്റും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന മുഖ്യമന്ത്രിമാരൊക്കെ പോകുമ്പോൾ അവരാക്കിയ ജനങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് പഴയ രാജാക്കന്മാരുടെ രൂപത്തിൽ 30-40 വണ്ടികളുടെ അകമ്പടിയോടുകൂടി, ആംബുലൻസിൻ്റെ അകമ്പടിയോടുകൂടി, ഫയർ എഞ്ചിൻ്റെ അകമ്പടിയോടുകൂടി ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിച്ചു കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയെയാണ് കഴിഞ്ഞ കുറച്ച് കാലം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പോലീസുകാരനും അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരാളിനെ തടയുവാൻ അദ്ദേഹം അനുവാദം കൊടുത്തിട്ടില്ല. ഉചിതമായ ഒരു സ്ഥലം തന്നെയാണ് TG വിശ്വനാഥൻ ഫൗണ്ടേഷൻ കണ്ടെത്തിയത്. കാരണം ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ ആവലാതികൾ കേൾക്കുവാൻ, അവരുടെ സുഖദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം ഇവിടെ വെച്ച് നടത്തുന്നതിന്, ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന് ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ നെടുങ്ങോലം രഘു അവറുകളെ ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, വാർദ്ധക്യം എന്നത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരവസ്ഥയല്ല. നമ്മളെല്ലാവരും നടന്നെടുക്കുന്ന വാർദ്ധക്യത്തിലേക്കാണ്. നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ കൂടിക്കൂടി വരികയാണ്. കാരണം വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മയും നോക്കാൻ സമയം കിട്ടാത്ത മക്കൾ, അതുപോലെ തന്നെ അതിന് മനസ്സില്ലാത്ത മക്കൾ ഒക്കെ കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാൻ ഇന്നലെയും പോലീസ് സ്റ്റേഷനിൽ ഇതുപോലൊരു ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് ചെന്നാണ്. അപ്പോഴീ പറഞ്ഞ കണക്ക് എനിക്കറിയാവുന്ന ഒരമ്മയെ 2 പെൺമക്കളാണ്. അവർ രണ്ടുപേരും തമ്മിൽ മത്സരമാണ് നോക്കാനായിട്ട്. പക്ഷേ മരുമക്കൾ സമ്മതിച്ചിട്ട് പോലും സ്വന്തം പെൺമക്കളാണ് സമ്മതിക്കാത്തത്. അവർ പറയുന്നവരെ നോക്കാൻ പറ്റത്തില്ലെന്നാണ്. മൂത്ത മോൾ അവസാനം കൊണ്ടുപോകാന്ന് പറയും, ഇളയമോൾ പറയുന്ന ഒരു കാരണവശാലും ഞാൻ നോക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് അവരൊക്കെ ഓരോ നിലയിലാകുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാൻ അവർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. എല്ലാ മക്കളെയും കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ഈ പറഞ്ഞ കണക്ക് അവർക്ക് ശരണം നൽകുന്ന ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുള്ള റുവൽ സിംഗിനെ ഞാൻ അങ്ങേയറ്റം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒരുപാട്, അദ്ദേഹത്തിന് വലിയ സഹായങ്ങളൊന്നും എങ്ങൊന്നും കിട്ടാറില്ല. പലപ്പോഴും ഞാൻ മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, സർക്കാരൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കും, പക്ഷേ ഗവൺമെൻറ് ഭാഗത്തു നിന്നും കാര്യമായ ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിക്കാറില്ല. അപ്പോൾ നമ്മുടെ പൊതുസമൂഹം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ
ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കാരണം മണി 12:45. ഇവിടുത്തെ ഇരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ വളരെ ഈ പറഞ്ഞ കണക്ക് മരുന്നൊക്കെ കഴിക്കുന്നവരൊക്കെ കൃത്യസമയത്ത് ആഹാരമൊക്കെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ നെടുങ്ങോലം രഘു അവറുകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനവാസ് ഖാനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഫൗണ്ടേഷൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ ജയചന്ദ്രൻ സാറ്, ശ്രീ PN പണിക്കർ, ശ്രീ N ജയചന്ദ്രൻ, PN പണിക്കർ ഫൗണ്ടേഷൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ബിജു വിശ്വരാജനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൻ്റെ ചെയർമാൻ ശ്രീ റുവൽ സിംഗിനെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ RD ലാൽ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പറവൂർ കോൺഗ്രസിൻ്റെ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിനുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള പറവൂർ നഗരസഭയിലെ ജനപ്രതിനിധികൾ, ഏറെ ബഹുമാനപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും, ഇവിടുത്തെ ഈ സമുദ്രതീരത്തിലെ അന്തേവാസികളായ എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും ഇവിടുത്തെ ജീവനക്കാരെയും എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അങ്ങനെയാണ്. 1970-കളിലാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന നാമം കേരള രാഷ്ട്രീയത്തിൽ ആളുകൾ കേൾക്കുന്നത്. അദ്ദേഹം 60-കളുടെ അവസാനം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ സാധാരണയായി വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റുമാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകർ ചെയ്യുന്നത്, ഇപ്പം ഞാനുമൊക്കെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകരായി കടന്നു വന്നിട്ടുള്ളവർ, ആദ്യം ചെയ്യുന്നത് നമ്മൾ ബസ്സിൻ്റെ കൺസെഷൻ കിട്ടിയില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് KSRTC ബസ് കണ്ടാൽ തല്ലി തകർക്കാൻ പോകും, സമരം നടത്തും, പിക്കറ്റിംഗ് നടത്തും, സർവകലാശാലകൾ ഉപരോധിക്കും, അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളൊക്കെ സമരത്തിൻ്റെ തീജ്വാല, അല്ലെങ്കിൽ കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ ശ്രമിക്കും. സ്വാഭാവികമായും ശ്രീ ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം അന്ന് ഉയർത്തിയ ഒരു വലിയ മുദ്രാവാക്യമാണ് ഓണത്തിന് ഒരു പറ നെല്ല്. കാരണം ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ കൃഷിയിലേക്ക് കടന്നു ചെന്ന് സ്വന്തം അധ്വാനത്തിൽ പാടത്ത് പണിയെടുത്ത് നെല്ലുണ്ടാക്കി അത് വീട്ടിലെ അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നൽകുന്ന തരത്തിലേക്കുള്ള വലിയൊരു മുദ്രാവാക്യം, ഓണത്തിന് ഒരു പറ നെല്ല് എന്ന വലിയ മുദ്രാവാക്യം. അപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും വിദ്യാർത്ഥി പ്രവർത്തകർ കേവല രാഷ്ട്രീയത്തിൽ നിന്നും വഴിമാറി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്തിയത് ശ്രീ ഉമ്മൻചാണ്ടി കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി കടന്നു വന്നപ്പോഴാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നീല പതാകയാണ്. ആകാശത്തിലെ നീലിമ പോലെ, അല്ലെങ്കിൽ കടൽ ഓളങ്ങളിലെ നീലിമ പോലെ അലയടിച്ചുയരുന്ന തരത്തിൽ കേരളമെങ്ങും കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നട്ടുവളർത്താൻ ഉമ്മൻചാണ്ടി നടത്തിയ യാത്രകൾ ഞങ്ങളൊക്കെ വളരെ തമാശയോടെ പറയുകയുണ്ടാവും. ഉമ്മൻചാണ്ടി കടന്നുറങ്ങാത്ത റെയിൽവേ സ്റ്റേഷനുകൾ, ശ്രീ ഉമ്മൻചാണ്ടി കയറി പിടിച്ച അദ്ദേഹത്തിൻ്റെ കൈ പതിയാത്ത KSRTC ബസ്സുകൾ അക്കാലത്ത് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ രൂപം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ഉമ്മൻചാണ്ടി കീറിപ്പറഞ്ഞ ഒരു ഷർട്ട്,
അപ്പോൾ അത് ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് അത് പുതിയ ഷർട്ടും കീറി ബ്ലേഡ് വെച്ച് കീറി തയ്ച്ച് ഇടും എന്നാണ്. അങ്ങനെ ആയിരുന്നില്ല. വസ്ത്രധാരണത്തിൽ അലസമായ വസ്ത്രധാരണമാണ്. അദ്ദേഹത്തിൻ്റെ മുടി അദ്ദേഹം ഒരിക്കലും ചീകാറില്ല. രാവിലെ കുളിക്കും, തോർത്തും, അപ്പം തന്നെ കിട്ടുന്ന വസ്ത്രം എടുത്ത് ധരിക്കും. ജനങ്ങളുടെ ഇടയിലേക്ക്, ആളുകളുടെ പ്രശ്നങ്ങളുടെ ഇടയിലേക്കാണ് ശ്രീ ഉമ്മൻചാണ്ടി നടന്ന് നീങ്ങാറുള്ളത്. പലപ്പോഴും അദ്ദേഹം ഈ അസുഖബാധിതനായി നിൽക്കുമ്പോൾ നമ്മളൊക്കെ പറയും, അദ്ദേഹത്തിൻ്റെ മക്കളോട്, ശ്രീ ചാണ്ടി ഉമ്മനോടൊക്കെ, ഞാനൊക്കെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പറയും, ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് ചാലയിൽ കമ്പോളത്തെ കൊണ്ട് നിർത്തിയാൽ ഒരുപക്ഷെ ആളുകളെ കാണുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായി. ഡോക്ടർമാരൊക്കെ വിലക്ക് ഏർപ്പെടുത്തി, അതായത് സൗണ്ട് പോയപ്പോൾ. നമ്മളപ്പോൾ മക്കളോടൊക്കെ പറയും, ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ചാലക്കമ്പോളത്തിൽ നിർത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകും. അപ്പോൾ എപ്പോഴും എല്ലായ്പ്പോഴും ആൾക്കൂട്ടത്തിൽ നിൽക്കുക, ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുക, അതിന് പരിഹാരം നിർദ്ദേശിക്കുക, അതിന് ഫോളോ അപ്പ് നടത്തുക, ഇതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശീലം. അത് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ചരിത്രത്തിൽ ഇന്നലകളിലും ഉണ്ടായിട്ടില്ല, ഇനി നാളെയും ഉണ്ടാകില്ല. കോഴിക്കോട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യാത്രയൊക്കെ നമുക്കറിയാം. മുഖ്യമന്ത്രി ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിക്കുന്നു. അപ്പോൾ പോലീസും അധ്യാപകരും ഒക്കെ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. മുഖ്യമന്ത്രിയാണ് വിളിക്കുന്നത്, ഉമ്മൻചാണ്ടി തിരക്കിനിടയിലും കേട്ടു. അദ്ദേഹം തിരിച്ചു വന്നു, എന്താ മോളെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞും ആകെ അമ്പരന്നു. മുഖ്യമന്ത്രി നടന്നുപോയ മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വളരെ വേവലാതിയോടെ ഉമ്മൻചാണ്ടിയോട് തന്നെ പറഞ്ഞു, എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചത്. മോക്കെന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, സാർ എൻ്റെ കൂട്ടുകാരന് വീടില്ല, അപ്പോൾ അവനൊരു വീട് വെച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഉമ്മൻചാണ്ടി അപ്പോൾ തന്നെ ആ അധ്യാപികയോട് ആ കൂട്ടുകാരൻ്റെ വിലാസം ചോദിച്ചു മനസ്സിലാക്കി ആ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോട് ആലോചിച്ച് ആ കുഞ്ഞിന് ഒരു വീട് വെച്ച് കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പരാജയപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ശ്രീ രമേശ് ചെന്നിത്തലയാണ് കടന്നു വന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി ആ വാഗ്ദാനം മറന്നില്ല. അദ്ദേഹം കൃത്യം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പോലും, അദ്ദേഹത്തിന് അധികാരമൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹം ആ പ്രദേശത്തെത്തി അവിടുത്തെ വീട് പണിക്ക് നേതൃത്വം നൽകി ആ കുഞ്ഞിന് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ അദ്ദേഹത്തിന് മനസ്സിൽ ഇടം പിടിക്കത്തക്ക നിലയിൽ അദ്ദേഹം ആ വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറായി. അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് കാര്യം ആലോചിക്കുമ്പോഴും ശ്രീ ഉമ്മൻചാണ്ടി ആലോചിക്കുന്നത് തനിക്ക് മുന്നിൽ ഇരിക്കുന്നത് എത്രയോ പാവപ്പെട്ടവരാണ്. തൻ്റെ മുന്നിൽ ഒരു കടലാസ് വന്നാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പോക്കറ്റ് ഡയറിയിൽ അദ്ദേഹം എല്ലാ പ്രോഗ്രാമും എഴുതും. കുരുകുര എന്നാണ് എഴുതുന്നത്. അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ശ്രീ മാത്യുവും ആർക്കയും ഒക്കെ എന്താണ് ഡയറിയിൽ എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ ഉമ്മൻചാണ്ടി സാറിനോട് ചോദിക്കും, എന്താണ് അങ്ങ് എഴുതിയിരിക്കുന്നത്, സാറെന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ സാറ് തന്നെ വായിച്ച് അത് മനസ്സിലാക്കി അവർ ടൈപ്പ് ചെയ്യും. പ്രോഗ്രാമൊക്കെ അങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാരം ഒരു ആഡംബരവുമില്ലാതെ, ആർഭാടവുമില്ലാതെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ ഞങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിന് അതിലെ ഗ്രൂപ്പ്, കോൺഗ്രസ്സിൽ പ്രത്യേകമായ ഗ്രൂപ്പുകളുണ്ട്. ശ്രീ രഘുവണ്ണന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുണ്ട്, എനിക്ക് എൻ്റേതായ ഗ്രൂപ്പുണ്ട്, നേതാക്കന്മാരുണ്ട്. എന്നാലും എല്ലാവരും ചെല്ലുന്ന ഒരു മുറി ഈ നിള ബ്ലോക്കിലെ 38 ശ്രീ ഉമ്മൻചാണ്ടിയുടെ റൂമായിരുന്നു. ആ റൂമിലൊരു പ്രത്യേകതയുള്ളത്, അതിലെ ഫാൻ ഒരിക്കലും ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ശനിയും ഞായറും അവധിയും ശാബത്ത് ഞായറും അല്ലെങ്കിൽ ബക്രീദും ക്രിസ്തുമസും ഓണവും ഒന്നുമില്ല, ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 512 238 എന്ന അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മണിയടിക്കാൻ ആരംഭിച്ചാൽ അത് രാത്രി 12 മണിക്കായാലും പകലില്ലാതെ രാവില്ലാതെ ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലെ ഫാനും വിശ്രമമില്ല, അദ്ദേഹത്തിൻ്റെ ഫോണിനും വിശ്രമമില്ല. അദ്ദേഹം സ്വന്തമായി ഒരു ഫോൺ ഒരിക്കലും ഉപയോഗിച്ചില്ല. മൊബൈൽ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം സ്വന്തമായി ഒരു ഫോൺ കൊണ്ടു നടന്നിട്ടില്ല. കാര്യം
നമ്പർ വിളിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ച് വിളിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സ്വാഭാവികം അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നില്ല. കൂടെ നടക്കുന്ന ഗൺമാൻ്റെ നമ്പറാണ് അദ്ദേഹം നമ്പറായി ആളുകൾക്ക് കൊടുക്കുന്നത്. ഇന്ന് വിജയനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഗൺമാനായി പോകുന്നതെങ്കിൽ അദ്ദേഹം ഗൺമാൻ്റെ നമ്പർ അത് ഉമ്മൻചാണ്ടി ഓഫീസ് വിളിക്കുമ്പോൾ പറയും അത് ഗൺമാൻ ഇന്നാരാണ്. അപ്പോൾ ആ ഗൺമാന്മാരുടെ നമ്പർ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും കയ്യിലുണ്ടാവും. അതോടൊപ്പം തന്നെ അതുപോലെ മറ്റൊരു സവിശേഷത, ഈ MLA ഹോസ്റ്റലിൽ ഈ 38-ാം നമ്പർ റൂമിൽ എപ്പോഴും ഒരു പൂരപ്പറമ്പിൽ ഉള്ള ആൾക്കൂട്ടമായിരിക്കും. അത് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായാലും KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായാലും എല്ലാവർക്കും ഒരേ പരിഗണന. ആദ്യം ചെല്ലുന്നവൻ ആദ്യം എന്നുള്ള നിലയിലാണ്. അല്ലാതെ മറ്റൊരു ഏതെങ്കിലും ഒരു വിശിഷ്ട വ്യക്തി വരുന്നത് കൊണ്ട് അദ്ദേഹം മറ്റ് പ്രവർത്തകരെ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ അടിച്ച് പുറത്താക്കി അവരോടൊരു സംവാദം നടത്തുവാൻ, അവരെ കാണാൻ, അവർക്ക് ഒരു പരിഗണന നടത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ബഹുജനങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകയായി നിലകൊണ്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് 2023 അദ്ദേഹം കാലം ചെയ്തപ്പോൾ ജൂലൈ 18-ാം തീയതിയാണ് അദ്ദേഹം പുതുപ്പള്ളിയിലെ 6 അടി മണ്ണിൽ അന്തി ഉറങ്ങിയത്. അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. ശ്രീ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവും ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരും ഒക്കെയായ ശ്രീ ഷാനവാസ് ഖാൻ സാറാണ് ഇവിടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അദ്ദേഹത്തെ സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ 2023 ജൂലൈ 18 അദ്ദേഹം അന്തി ഉറങ്ങുന്നതുവരെ കർമ്മനിരതനായി നിന്നിരുന്നു. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം. അത്രയും ഒരു പാരമ്പര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കാണാതെ പറയാൻ എനിക്കറിയാൻ കഴിയുന്നു. അദ്ദേഹം താമസിച്ച 38-ാം നമ്പർ റൂം എവിടെയാണ് എന്ന് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആ റൂം നമ്പർ, അവിടെ ഇരിക്കുന്ന മാത്യുവിനെക്കുറിച്ച്, ആർക്കെക്കുറിച്ച്, അവിടെ എത്തുന്ന ആളുകളെക്കുറിച്ച്, അപ്പോൾ വൈജാത്യങ്ങളില്ലാതെ യാതൊരു പരിഗണനയും, പ്രത്യേകമായ മമതയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സ്നേഹമോ ഒന്നും പ്രകടിപ്പിക്കാതെ എല്ലാവരോടും ഒരേപോലെ ഇവിടെ ശ്രീ KB ഷഹാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരോടും, പാവപ്പെട്ടവർ, തൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു വിഷയവും എങ്ങനെ പരിഹരിക്കാം എന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി ശ്രമിച്ചിട്ടുള്ളത്.